ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ആപ്പിൾ പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസിയും ടേസ്റ്റി ആയിട്ട് ആപ്പിൾ പോള എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം. അപ്പോൾ നമുക്ക് ആപ്പിൾ പോള ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നട്ട്സുകളൊന്ന് കട്ട് ചെയ്ത് വെക്കണം. ആദ്യം ഞാനൊരു 1/4 കപ്പോളം കാഷ്നട്ട് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് തന്നെ ബദവും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. ഇത് ആൽമണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതും ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ നല്ല ചെറിയ പീസസ് ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം, ഇതുപോലെ കേട്ടോ. അപ്പോൾ ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 3 ആപ്പിളാണ് എടുക്കുന്നത്. ഇതിൽ 2 തൊലിയൊക്കെ കളഞ്ഞിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. ഇനി ഇതിനെ നേരെ പകുതിയാക്കിയിട്ട് അതിനെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഇത് കണക്ക് തിന്നായിരിക്കണം കേട്ടോ. കായ്പോളൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കുന്നില്ലേ, അതേ കണക്ക് കേട്ടോ. അപ്പോൾ ഇനി മുഴുവനും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ. 2 ആപ്പിള് തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരെണ്ണം തൊലി കളയാതെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു ആപ്പിള്. അത് ഇതുപോലെ നല്ല നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് മുന്നേ കട്ട് ചെയ്തില്ലേ, അതുപോലെ തൊലിയോട് കൂടിയിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിലോട്ട് 1.5 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഗീ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാഷ്നട്ടില്ലേ, അത് ആദ്യം ഒന്ന് വറുത്ത് കോരാം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറായിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇനി ഇത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. കാഷ്നട്ട് വറുത്ത് കോരിയതിന് ശേഷം ആൽമണ്ട് കൂടെ അതേ എണ്ണയിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇനി കുറച്ച് റൈസിൻസ് കൂടെ ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിൻ്റെയൊക്കെ റൈസിൻസും കാഷും ഒക്കെ എത്രത്തോളം വേണം അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതൊക്കെ വറുത്ത അതേ എണ്ണയിൽ തന്നെ 1 ടീസ്പൂൺ കൂടെ ഗീ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ഫസ്റ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത ആപ്പിൾ, അത് ഒന്ന് ഇതുപോലെ ഒന്ന് കളർ മാറ്റിയെടുക്കാം. വല്ലാണ്ട് ഉടച്ച് കളയരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ അതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ആ പഞ്ചസാര ഒന്ന് മെൽട്ടാക്കി എടുക്കണം. അതുപോലെ തന്നെ ഗീയിൽ വഴറ്റിയതിന് ശേഷം മാത്രം വേണേ പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് മെൽട്ടാക്കി എടുക്കേണ്ടത്. അപ്പൊ ഇത് ഇത്രയൊന്നും ആയി കിട്ടിയാൽ മതി, വല്ലാണ്ട് ഉടച്ച് കളയരുത്. എന്നാലും നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി 1/4 കപ്പിന്റെ പകുതി പാലെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ കലക്കി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ളു ഉപ്പും അതുപോലെ 2-2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പാൽപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മുട്ടയും പാലും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. വല്ലാണ്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കൊന്നും വേണ്ട. നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നില്ല, അതുപോലെ ഒന്നും ചെയ്യേണ്ട കേട്ടോ. ഈ സമയത്ത് മധുരം പോരാൻ തോന്നിയതുകൊണ്ട് 1.5 ടീസ്പൂൺ കൂടി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വാനില എസൻസ് 1.5 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മുട്ടയുടെ ആ ഒരു സ്മെല്ല് മാറാനും പിന്നെ ഒരു ഫ്ലേവറിനും ടേസ്റ്റിനൊക്കെ കൂടിയിട്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ നേരത്തെ ആപ്പിൾ ഒന്ന് നെയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഫസ്റ്റ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കാഷ്നട്ടും റൈസിൻസും തട്ടി കൊടുക്കാം. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഈത്തപ്പഴയില്ലേ, ഇതില്ലേ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ നല്ല ചെറിയ പീസസ് ആക്കി തന്നെ കട്ട് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കണേ. ഒന്നുകൂടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഓട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1/4 കപ്പ് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം 1/4 കപ്പിന്റെ പകുതി ചേർത്ത് കൊടുത്തിട്ട് പോരാൻ തോന്നിയപ്പോൾ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/4 കപ്പ് തന്നെ ആയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് സാധാരണ പോള പോലെ നമ്മളങ്ങ് ഡയറക്റ്റ് പോട്ടിൽ ഒഴിച്ചു കൊടുക്കൂല കേട്ടോ. നമ്മൾ കായ്പോളൊക്കെ ഡയറക്റ്റ് അങ്ങ് ഒഴിക്കല്ലേ, ഇതങ്ങനെയല്ല. ഈ ഓട്സ് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് അബ്സോർവ് ചെയ്തിട്ട് ഒന്ന് സോഫ്റ്റ് ആയി വരണം കേട്ടോ. ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 4 മിനിറ്റിന് ശേഷം കണ്ടോ നന്നായിട്ട് അതൊക്കെ അബ്സോർവ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നില്ല. നന്നങ്ങ് തിക്കും ആവരുത്, അധികം അങ്ങ് തിക്കും ആവരുത്, എന്നാൽ അധികം അങ്ങ് ലൂസും അല്ലാതെ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം ഒഴിക്കുമ്പോൾ. എന്നാൽ കുറച്ചൊരു ലൂസ് ഉണ്ടാവണം, എന്നാൽ അധികം അങ്ങ് ലൂസ് ആവാനും പാടില്ലാത്തൊരു കൺസിസ്റ്റൻസി. ഇനി ഇതിൽ ഒഴിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് അതിൽ ഈത്തപ്പഴവും ആ നട്ട്സും ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കണം. കാരണം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഭാഗത്ത് തന്നെ ആയി നിന്നിട്ടുണ്ടെങ്കിൽ പോള കറക്റ്റായിട്ട് ആയി കിട്ടില്ല. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും എല്ലാം കിട്ടണമല്ലോ. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി എപ്പോഴും പറയുന്നത് പോലെ എന്നും കാണുന്നവർ ഈ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, പുതിയവർക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെ പിന്നെ ഫ്ലെയിം കൺട്രോളറോ അതെല്ലാം ഉപയോഗിക്കാത്ത പഴയ തവ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും പാന്, അത് വെച്ച് കൊടുത്തിട്ട് അത് ചൂടായതിനു ശേഷം ഇതിൻ്റെ മുകളിലാണ് ഈ പോളപ്പാത്രം വെച്ച് കൊടുക്കുന്നത്. ഇനി ഒരു 1-2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ബാക്കി വെച്ച ആപ്പിൾ ഉണ്ടല്ലോ വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അതുവരെ
നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ 1-2 മിനിറ്റ് ആയാൽ മതി കേട്ടോ. അപ്പോഴേക്ക് തന്നെ അതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ നോക്കണം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഗ്ലാസ്സിലിട്ടാണെങ്കിൽ അതിന് റോൾസ് ഉണ്ടെങ്കിൽ അതും കൂടെ കവർ ചെയ്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പം ഞാനിപ്പോൾ ഇത് ഒരു ഏകദേശം 1 മിനിറ്റ് 1-2 മിനിറ്റ് അപ്പോഴേക്ക് തന്നെ അത് ഒന്നിങ്ങനെ വലിഞ്ഞ് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് അടക്കി വെച്ച് കൊടുക്കുക. ആപ്പിൾ ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എളുപ്പം അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു കാണാനുള്ള ഭംഗിക്ക് അങ്ങനെ കട്ട് ചെയ്തെന്നുള്ളൂ. ഇനി അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 30-35 മിനിറ്റിൻ്റെ എൻ്റെതായിന്. അപ്പോൾ ഓരോരുത്തർ ഫ്ലെയിമിനനുസരിച്ച് ടൈം ഡിഫറൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് കറക്റ്റ് ടൈം പറയാത്തത്. എൻ്റെ ഏകദേശം 35 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നേ. ഇനി ഇത് കുക്കായൊന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് എന്തെങ്കിലും ഒരു കൊള്ളിയോ സ്ക്യൂറോ വെച്ചൊന്ന് ഇങ്ങനെ കുത്തി നോക്കിയിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല അത് കുക്കായി എന്നാണ് അർത്ഥം കേട്ടോ. ഇനി വേറൊരു പാനിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പോളയുടെ മുകൾ ഭാഗം ഇതിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ മുകൾ ഭാഗത്ത് വെച്ച ആപ്പിൾ നെയ്യിലൊന്നും ഫ്രൈ ചെയ്തൊന്നും എടുത്തതല്ലല്ലോ, അതുകൊണ്ടാട്ടോ. ഇനി നെയ്തടവിയ പാനിലോട്ട് ഈ പോള ഫ്ലിപ്പ് ചെയ്തിടാം. എന്നിട്ട് ഈ പാനും ഇതേ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനിയൊരു 3-4 മിനിറ്റ് അതിൽ കൂടുതലാവേണ്ട കേട്ടോ. ഇത് കണ്ടോ, ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല, നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. അവിടെ ഇവിടെ കാണുന്ന ആ ബ്ലാക്ക് പാർട്ട് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതാ കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അത്രയും വേണ്ട വരില്ല. ആ പാൻ ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ആപ്പിൾ ഒന്ന് കുക്കായ പോലെ ആയി കിട്ടുമല്ലോ. നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഫ്രൈ ഒന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഫ്രൈ ചെയ്യാതിരുന്നത്. കണ്ടോ, നല്ല അടിപൊളി പോളയാണ്, നല്ല ടേസ്റ്റ് വന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം ഈത്തപ്പഴം തന്നെ കുറച്ച് കൂട്ടിയിട്ട് കൊടുത്താൽ പഞ്ചസാര ഇല്ലാതെ ഇത് ചെയ്തിടുക കേട്ടോ. ഞാൻ പിന്നെ പഞ്ചസാര കുറച്ച് ആ ബാറ്ററിൽ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വേണം, ഓട്സൊക്കെ ചേർത്ത് ആപ്പിളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ പഞ്ചസാര അങ്ങ് ഒഴിവാക്കി കൊടുത്താൽ മതി. പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാതെ നിവർത്തിയില്ലല്ലോ ഇങ്ങനെയുള്ളൊക്കെ സംഭവങ്ങളിലൊക്കെ, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അതിന് പകരം നിങ്ങൾക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുത്താലും മതി എന്ന് പറയായിരുന്നേ. അപ്പോൾ കണ്ടോ, മോൾ വശമൊന്നും ഒട്ടും പിന്നെ കുക്കാവാതെ ഒന്നും ഇരുന്നിട്ടില്ല. തിരിച്ചിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഓട്സ് ആയതുകൊണ്ടാണ് ആ സൈഡ് വശമൊക്കെ ഇങ്ങനെ ചുളിഞ്ഞ പോലെ ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ്, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെന്തോ കുക്കീസൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഓട്സ് ചേർത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ നോക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കണ്ടോ. ഈത്തപ്പഴമൊക്കെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഈത്തപ്പഴവും റൈസിൻസും കാഷും ഒക്കെ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ പഞ്ചസാരയുടെ അളവ് കൂട്ടണ്ടെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. അങ്ങനെയൊക്കെ ബാലൻസ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ലേ. പിന്നെ ഓട്സൊക്കെ ചേർത്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ പിന്നെ ഡയറ്റൊക്കെ നോക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന എനിക്ക് തോന്നുന്നു. കാരണം എണ്ണയും കുറച്ച് കൊടുത്താൽ ഗീ ആയതുകൊണ്ട് തന്നെ കൂടുതലാക്കാതെ കുറച്ച് അതിൽ ആ ഫ്രൈ ചെയ്തെടുക്കുന്നതൊക്കെ എണ്ണയൊക്കെ ഒന്ന് കുറച്ച് ചെയ്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയായിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഇതിന് മുൻപ് ഞാൻ ഒരുപാട് വെറൈറ്റി പോളാസ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരാം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.